സാംസങ്ങിന്റെ ടാബുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി നവംബറിലത്തെ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നത് S9 ടാബ്ലറ്റ് ആണ്. നിങ്ങൾ S9 ടാബ്ലറ്റ് ആയിക്കോട്ടെ, S9 FE ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഓൾറെഡി നവംബർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. ഡിപ്പെൻഡ്സ് അപ്പോൺ സൈസാണ് വരിക. അപ്പോൾ എൻ്റെ ഞാൻ സൈസ് കാണിച്ചത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 400 MB ആണ് നമുക്ക് സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ ആക്ച്വലി അവർ പറഞ്ഞിട്ടുണ്ട് ഡിവൈസ് സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ബഗ്സുകൾ, ഡിവൈസ് ബിഹേവിയർ ഇംപ്രൂവ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റിയും ഇംപ്രൂവ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആഫ്റ്റർ അപ്ഡേറ്റിംഗ് യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡൗൺഗ്രേഡ് ടു ദ ഓൾഡ് സോഫ്റ്റ്വെയർ ബിക്കോസ് ഓഫ് ദ അപ്ഡേറ്റ് ടു ദ സെക്യൂരിറ്റി പോളിസി. ഇത് ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റെബിലിറ്റി ഇഷ്യൂസ്, കുറച്ച് എൻഹാൻസ് ഫീച്ചർ കാര്യമൊന്നുമില്ല. ഫർദർ ഇംപ്രൂവ്മെന്റ്സ് പെർഫോമൻസ്. എനിക്ക് തോന്നുന്നത് ഞാൻ അത് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ദിവസം ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് പെർഫോമൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ നവംബർ അപ്ഡേറ്റ് ആണ്. 400 MB റേഞ്ചൊക്കെ നമുക്ക് അപ്ഡേറ്റ് സൈസ് വരിക. ഞാൻ വേണമെങ്കിൽ അത് എടുത്ത് കാണിച്ചു തരാം. അപ്ഡേറ്റ് പേജ്. അതുപോലെ തന്നെ പെൻ യൂസ് ചെയ്യുമ്പോഴും കുറച്ചും കൂടി എന്താ പറയുക നവംബർ പാച്ച് 6.1 തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. ഇത് എനിക്കിപ്പോൾ ഫുള്ള് കാണിച്ചു തരാൻ പറ്റുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഇതിൽ ഫുള്ളി IP അഡ്രസ്സും എല്ലാം വരുന്നുണ്ട് ഇവിടെ. ഞാൻ ചുമ്മാ ഇവരുടെ പേജ് കാണിച്ചു തരാം. അത് സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ പേജ്. ഇതാണ് അവർ സാംസങ്ങിൻ്റെ അപ്ഡേറ്റ്. അതാണ് അവരുടെ സാംസങ്ങിൻ്റെ അപ്ഡേറ്റിൻ്റെ പേജ് വരുന്നേക്കുന്നത്. അത് ചെയ്ത് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ അതിൽ നമ്മുടെ ബിൽഡ് നമ്പറും കേർണൽ വേർഷൻസും എല്ലാ സംഭവം കാണും. അത് ബിൽഡ് നമ്പർ എല്ലാം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചു തരാത്തേട്ടാ. പിന്നെ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ബിൽഡ് നമ്പറിൽ പോയിട്ട് 4 പ്രാവശ്യം അമർത്തിയാൽ മതി, അറിയണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സ് കിട്ടും. പക്ഷേ നിങ്ങൾ പ്രൊഫഷണൽ ആണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. പോട്ടെ. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നത് എന്താ പറയുക, പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നും കൂടി ഭയങ്കര ക്വിക്കായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ, ഞാൻ വേണമെങ്കിൽ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ എന്താ ഇപ്പോൾ ക്യാമറ എന്താ ഉണ്ടോ, പെട്ടെന്ന് ഓപ്പൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ എടുത്താലും പെട്ടെന്ന് ഓപ്പൺ ആവുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അതൊരു ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്തു, എവിടെ അത് കണ്ടോ, അപ്പോൾ തന്നെ വന്നുകൊണ്ടോ, ക്വിക്കായിട്ടുണ്ട് കുറച്ചുകൂടി. പിന്നെ ബാറ്ററി ബാക്കപ്പ് നല്ല കിടിലാണ്ട് ബാറ്ററി സാധനം ഇത്ര ചെറുതാണെങ്കിലും പക്ഷെ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ഇവരുടെ ഒരു കേസ് ഉപയോഗിക്കുന്നുണ്ട്. കേസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മാഗ്നറ്റിക് കേസ് എന്ന് വേണമെങ്കിൽ പറയാം, സാംസങ്ങിൻ്റെ തന്നെ. പക്ഷേ അതിന് കുറച്ച് പ്രൈസിയാണ്, 7,000 രൂപയ്ക്കുണ്ട് സാധനത്തിന്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഹെവിയാണ് ആ സാധനം. ഞാൻ മുമ്പ് കാണിച്ചു തരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരാത്തത്. അപ്പോൾ നിങ്ങളൊരു S9 FE ടാബ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നതായിരിക്കും. അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നല്ല സ്നാപ്പി ആയിട്ടുണ്ട് ഡിവൈസ്. അതുപോലെ ബാറ്ററി ബാക്കപ്പ് ഞാൻ ഓൾറെഡി പറയേണ്ട ആവശ്യമില്ല, നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റിയും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഒരു കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് ഞാൻ വെച്ച് കാണിച്ചുതരാം. നല്ല സൗണ്ട് ക്വാളിറ്റി വന്നിട്ടുണ്ട്, ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് NCSൻ്റെതാ ഓണാക്കി ചിലപ്പോൾ ഞാൻ മ്യൂസിക് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 70% സൗണ്ടാണ്. ഞാനിപ്പോൾ ഇത് ഫുൾ വോളിയം ചെയ്തിലേക്ക് കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ സ്പീക്കർ, എനിക്ക് തന്നെ സ്പീക്കർ ക്വാളിറ്റി ഒക്കെ സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. നമുക്കൊരു വീഡിയോ കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ സ്പീക്കറിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല, നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ട്രൈ നോക്കാൻ മറക്കണ്ട. നിങ്ങൾ സാംസങ്ങിൻ്റെ S9 FE വാങ്ങിക്കാനും നല്ല ഡീൽ തന്നെയാണ്. അപ്പോൾ സാംസങ്ങിൻ്റെ S9 FE ടാബ്ലറ്റ് തന്നെയുണ്ട്, വൈഫ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതും സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പറയുമ്പോൾ 8GB RAM വേണ്ടിയിട്ട് നല്ല സുഖമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹെവി മൾട്ടിപ്പിൾ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ലാഗ് അടിക്കും. അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സുഖമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക.
എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും മാത്രമേ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത് കാണാം. ബൈ.